നമസ്കാരം. പുതിയ +2 പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ വ്യാപകമായ മാറ്റിത്തിരുത്തലുകൾ വരുത്തിക്കൊണ്ടാണ് NCERT പുറത്തിറക്കിയിരിക്കുന്നത്. ആദ്യം ഞാൻ പഴയ NCERTയുടെ പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് പുസ്തകം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അയോധ്യ ഡിസ്പ്യൂട്ട്. ദി സെക്കൻഡ് ഡെവലപ്മെൻറ്റ് വാസ് ദി ഓർഡർ ബൈ ദ ഫൈസാബാദ് ഡിസ്ട്രിക്ട് കോർട്ട് ഇൻ ഫെബ്രുവരി 1986. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് 1986 ഫൈസാബാദ് ജില്ലാ കോടതിയുടെ ഉത്തരവാണ് അയോധ്യയിൽ. ദ കോർട്ട് ഓർഡേഡ് ദാറ്റ് ബാബറി മസ്ജിദ് പ്രമിസസ് ബി അൺലോക്ക്ഡ് സോ ദാറ്റ് ഹിന്ദു കുഡ് ഓഫർ പ്രേയേഴ്സ് അറ്റ് ദി സൈറ്റ് വിച്ച് ദേ കൺസിഡേർഡ് ആസ് എ ടെമ്പിൾ. ഈ ഉത്തരവ് പ്രകാരം ഹിന്ദുസ് അവിടെ ക്ഷേത്രമായി കരുതുന്ന സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് അനുമതി കൊടുക്കണമെന്ന് ഫൈസാബാദ് ജില്ലാ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. എ ഡിസ്പ്യൂട്ട് ഹാഡ് ബീൻ ഗോയിങ് ഓൺ ഫോർ മെനി ഡിക്കേഡ്സ് ഓവർ ദി മോസ്ക് നോൺ ആസ് ബാബറി മസ്ജിദ് അറ്റ് അയോധ്യ. അയോധ്യയിൽ സ്ഥിതി ചെയ്യുന്ന ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദശകങ്ങളായിട്ട് വിവാദം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബാബറി മസ്ജിദ് വാസ് എ 16th century മോസ്ക് ഇൻ അയോധ്യ ആൻഡ് വാസ് ബിൽറ്റ് ബൈ മിർബക്കി, മുഗൾ എംപറർ ബാബേഴ്സ് ജനറൽ. മുഗൾ ചക്രവർത്തിയായ ബാബറിൻ്റെ ജനറലായ മിർബക്കിയാണ് ഈ ബാബറി മസ്ജിദ് അയോധ്യയിൽ നിർമ്മിച്ചിരിക്കുന്നത്. Some Hindus believe that it was built after demolishing a temple for Lord Rama in what is believed to be his birthplace. ചില ഹിന്ദു മതവിശ്വാസികൾ ആ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് അവിടെ രാമജന്മഭൂമി ക്ഷേത്രം തകർത്തുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു. The dispute took the form of a court case and has continued for many decades. In the late 1940s, the mosque was locked up as the matter was with the court. 1940കളിൽ ഈ വിവാദമുയർന്നു വന്ന സമയത്ത് ഈ വിഷയം കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് ബാബറി മസ്ജിദ് സമുച്ചയം പൂട്ടിയിടാൻ വേണ്ടി തീരുമാനിച്ചു. As soon as the locks of the Babri Masjid were opened, mobilization began on both sides. Many Hindus and Muslim organizations tried to mobilize their communities on this question. ഈ വിഷയം ബാബറി മസ്ജിദ് 1986 അവിടെ പൂജയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തത് മുതൽ വിവിധ സമുദായങ്ങൾ, ഹിന്ദു സമുദായവും മുസ്ലിം സമുദായവും ഇതിൻ്റെ പേരിൽ സംഘടിക്കാൻ തുടങ്ങി. Suddenly this local dispute became a major national question and led to communal tensions. പെട്ടെന്ന് തന്നെ ഈ വിഷയം ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുകയും ഇത് സാമുദായികമായ സ്പർദ്ധയുണ്ടാക്കുന്ന ഒരു വിഷയമായിട്ട് മാറുകയും ചെയ്തു. The BJP made the issue its major electoral and political plank along with many other organizations like the RSS and the Vishwa Hindu Parishad VHP. It convened a series of symbolic and mobilizational programs. This large-scale mobilization led to the surcharged atmosphere and many instances of communal violence. The BJP, in order to generate public support, took out a massive march called the Rath Yatra from Somnath in Gujarat to Ayodhya in UP. ഈ വിഷയം ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുകയും RSSും വിശ്വ ഹിന്ദു പരിഷത്തും ഒക്കെ തന്നെ ഇത് ഏറ്റെടുക്കുകയും അവസാനം BJP കൂടുതൽ ജനപിന്തുണ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഗുജറാത്തിലെ സോമനാഥത്തിൽ നിന്ന് അയോധ്യയിലേക്ക് ഒരു രഥയാത്ര നടത്തുകയും ചെയ്തു. Demolition and after. In December 1992, the organization supporting the construction of the temple had organized a Karseva, meaning voluntary service by the devotees for building the Ram temple. The situation had become tense all over the country and especially at Ayodhya. The Supreme Court had ordered the state government to take care that the disputed site will not be endangered. However, thousands of people gathered from all over the country at Ayodhya on 6th December 1992 and demolished the mosque. This news led to the clashes between the Hindus and Muslims in many parts of the country. The violence in Mumbai erupted again in January 1993 and continued for over 2 weeks. സുപ്രീം കോടതി 1992 ഡിസംബർ മാസം 6-ാം തീയതി കർസേവ എന്ന പേരിൽ, അതായത് വോളണ്ടറി സർവീസ് ആയിക്കൊണ്ട് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഇങ്ങനെ ബാബറി മസ്ജിദ് തകർത്തുകൊണ്ടാണ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്ന ചില ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ കർസേവ നടത്തുകയും ഈ പള്ളി പൊളിക്കാനുള്ള തീരുമാനം നടപ്പിലാക്കുകയും ചെയ്തു. സുപ്രീം കോടതി ഈ സ്ട്രക്ചറിന് ഒരു കേടും വരാതെ നോക്കണമെന്ന് അന്ന് ഗവൺമെൻറ്റിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിരുന്നു. The events at Ayodhya led to a series of other developments. The state government with the BJP and the ruling party was dismissed by the center. Along with that, other states where the BJP was in power were also put under president's rule. A case against the chief minister of Uttar Pradesh was registered in the Supreme Court for contempt of court since he had given an undertaking that the disputed structure will be protected.
അന്നത്തെ ഉത്തർപ്രദേശ് ഗവൺമെൻറ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചതുകൊണ്ട് കോടതി അലക്ഷ്യത്തിന് അദ്ദേഹത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ നേരത്തെ സുപ്രീം കോടതി അദ്ദേഹത്തോട് ഈ സ്ട്രക്ചറിന് കേട് വരരുതെന്ന് ഉറപ്പ് വാങ്ങിയ അദ്ദേഹം എഴുതി നൽകിയ ഉറപ്പിൽ സുപ്രീം കോടതിയിൽ ഈ സ്ട്രക്ചറിന് ഒരു കേടും സംഭവിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് അദ്ദേഹം കൊടുത്ത ഉറപ്പിനെ ലംഘിച്ചുകൊണ്ട് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതുകൊണ്ട് അന്നത്തെ UP മുഖ്യമന്ത്രിക്കെതിരെ സുപ്രീം കോടതിയിൽ ഒരു കോടതി അലക്ഷ്യ കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. തന്നെയുമല്ല, BJP ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ, ഉത്തർപ്രദേശിലെ ഗവൺമെൻറ്റിനെ കേന്ദ്രം പിരിച്ചുവിടുകയും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഉത്തരേന്ത്യയിൽ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. The BJP officially expressed regret over the happenings at Ayodhya. The central government appointed a commission to investigate into the circumstances leading to the demolition of the mosque. Most political parties condemned the demolition and declared that this was against the principles of secularism. This led to a serious debate over the secularism and posed the kind of questions our country faced immediately after partition. Was India going to be a country where the majority religious community dominated over the minorities? Or would India continue to offer equal protection of law and equal citizenship rights to all Indians irrespective of their religion? ഈ സംഭവം രാജ്യത്ത് വലിയൊരു പ്രശ്നവും ഒരു ചോദ്യവും ഉണ്ടാക്കി. ആ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ വിഭജനകാലത്തിന് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള കലാപത്തിലേക്ക് പോവുകയാണോ? ഇന്ത്യ ഒരു മതരാജ്യമായിട്ട് മാറുകയാണോ? ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിൻ്റെ വികാരങ്ങൾ മാനിക്കാതെ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം അടിച്ചേൽപ്പിക്കുന്ന മതേതര കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നു എന്ന് ഈ സംഭവ വികാസങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭീതിയും അതേപോലെ തന്നെ ചർച്ചയും ഉണ്ടാവാൻ ഇടയാക്കി എന്നാണ് പഴയ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. ഇനി നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിലെന്താ പറയുന്നത്? The Ayodhya issue as the second significant development was deeply rooted in socio-cultural and political history of the country, pertaining to different perspectives from various stakeholders. അയോധ്യ പ്രശ്നം രാജ്യത്തെ വിവിധ കോണുകളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. It involved contentions regarding the birthplace of Sri Ram, one of the most holy religious sites, and its legal ownership. ഇത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു മത കേന്ദ്രമായ ശ്രീരാമ ജന്മഭൂമി, അതായത് ശ്രീരാമൻ്റെ ജന്മസ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഇതുമായിട്ട് ഉയർന്നു വന്നത്. അതിൻ്റെ നിയമപരമായ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പ്രശ്നം ഉയർന്നു വന്നത്. ദി സിഗ്നിഫിക്കൻസ് ഓഫ് അയോധ്യ റാം ജന്മഭൂമി സൈറ്റ് ക്യാൻ ബി ജഡ്ജഡ് ബൈ ദ ഫാക്ട് ദാറ്റ് ദ 500-year long history starting from 1528 is marked by the numerous conflicts which are also documented in Lucknow, Barakandi and Faizabad district gazettes. ഈ സംഭവം അയോധ്യ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ഗസറ്റുകളിൽ ഇതുമായിട്ട് ഹിന്ദു മുസ്ലിം തർക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അത് ലക്നൌവിലെയും ബാരാക്കണ്ടിയിലെയും അതേപോലെ ഫൈസാബാദിലെയും ഗസറ്റുകളിലൊക്കെ ഇതിൻ്റെ തെളിവുണ്ട് എന്നാണ് പുതിയ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് വളരെ വ്യക്തമായിട്ടും. A 3-dome structure was built at the site of Sriram's birthplace in 1528. ഒരു 3 ഡോമുള്ള 3 ഗോപുരമുള്ള ഒരു കെട്ടിടം, ബാബറി മസ്ജിദ് എന്നുള്ള പേര് തന്നെ പോയി, 3 ഗോപുരമുള്ള ഒരു കെട്ടിടമായിരുന്നു അയോധ്യയിൽ ഉണ്ടായിരുന്നത്. പള്ളിയാണ് അത്. 1528 ശ്രീരാമൻ്റെ ജന്മസ്ഥലത്തുണ്ടാക്കിയ ഒരു 3 ഗോപുരങ്ങളുള്ള ഒരു കെട്ടിടമുണ്ടായിരുന്നു എന്ന് പറയുന്നു. But the structure had visible display of Hindu symbols and relics in its interior as well as its exterior portions. ഈ കെട്ടിടത്തിൻ്റെ അകത്തും പുറത്തും ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് 12ാം തരത്തിലെ ടെക്സ്റ്റ് പുസ്തകത്തിൽ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. Therefore, Ayodhya Rama Janmabhoomi issue got linked to the national pride in its ancient civilization over the years. അപ്പോൾ അതുകൊണ്ട് ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇന്ത്യയിലെ സാംസ്കാരികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ദേശീയ പ്രാധാന്യമുള്ള വലിയൊരു വിഷയമായി മാറി. ഓവർ ദ ഇയേഴ്സ് ദിസ് ഇഷ്യൂ evolved into a prolonged legal battle leading to the structure being sealed in 1949 due to the onset of our proceedings. ഈ വിഷയം തർക്കം മുറുകിയ സമയത്ത് 1949 ഈ ക്ഷേത്ര പരിസരം അല്ലെങ്കിൽ ഈ 3 ഡോമുള്ള 1949 ഈ 3 ഗോപുരങ്ങളുള്ള കെട്ടിടം അവിടെ പൂട്ടിയിട്ടു എന്ന് പറയുന്നു. In 1986, the situation regarding the 3-dome structure took a significant turn when the Faizabad, now Ayodhya District Court ruled to unlock the structure. 1986 നേരത്തെ പറഞ്ഞതുപോലെ അയോധ്യയിലെ കോടതി, ഫൈസാബാദ് ജില്ലാ കോടതി ഇത് തുറന്നു കൊടുക്കാൻ ഉത്തരവ് കൊടുത്തു.
allowing people to worship there. The dispute had been going on for many decades as it was believed that the three-dome structure was built at Sri Ram's birthplace after demolition of a temple. ഈ 3 ഗോപുരങ്ങളുള്ള കെട്ടിടം ശ്രീരാമൻ്റെ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് നിർമ്മിച്ചത് എന്നുള്ളതുകൊണ്ട് ഈ തർക്കം നീണ്ടുപോയി. However, although Shilanyas for the temple was done, further construction remained prohibited. The Hindu community felt that their concerns related to the birthplace of Sri Ram were overlooked, while the Muslim community sought assurance of their possession over the structure. ഈ സ്ട്രക്ചറിന് മുകളിൽ മുസ്ലിങ്ങൾ ഒരു അവകാശം ഉന്നയിച്ചിരുന്നു. ഈ 3 ഗോപുരമുള്ള കെട്ടിടത്തിന് മുകളിൽ മുസ്ലിങ്ങൾ ഒരു അവകാശം ഉന്നയിച്ചിരുന്നു. പക്ഷേ അവിടെ ഹിന്ദു സമുദായം അവിടെ ശിലാന്യാസം നടത്തി. പക്ഷേ അവർക്ക് കെട്ടിടം പൂർത്തിയാക്കാൻ തീരെ ആരും അനുവാദം കൊടുത്തില്ല എന്നുള്ളതാണ് ഈ ടെക്സ്റ്റ് ബുക്ക് പ്രയാസം പറയുന്നത്. Subsequently, tensions highlighted between both communities over ownership rights, resulting in numerous disputes and legal conflicts. Both communities desired a fair resolution to the long-standing issue. In 1992, following the demolition of the structure, some critics contended that it presented a substantial challenge to the principles of Indian democracy. 1992 ഈ 3 ഗോപുരങ്ങളുള്ള കെട്ടിടം തകർത്തതിന് ശേഷം ഇത് ദേശീയ ജനാധിപത്യത്തിനും മതേതരത്തിനും വെല്ലുവിളിയാവുന്ന ചില ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. It is important to note that in any society, conflicts are bound to take place. However, in a multi-religious and multicultural democratic society, these conflicts are usually resolved following the due process of law. Through a number of democratic and legal proceedings, including court hearings, mediations attempts, popular movements, and finally within a 5-0 verdict of a constitutional bench of the Supreme Court on November 9, 2019, the Ayodhya issue was resolved. This verdict sought to reconcile the conflicting interests of the various stakeholders involved in the dispute. സുപ്രീം കോടതി 2019 നവംബർ മാസം 9-ാം തീയതി 5-0, അതായത് 5 ജഡ്ജിമാർ യുനാനിമസ് ആയിട്ട് കൊണ്ടുവന്ന ഒരു വിധി പ്രകാരം ഈ പ്രശ്നം അവസാനിപ്പിച്ചു എന്ന് ടെക്സ്റ്റ് ബുക്ക് അഭിമാനം കൊള്ളുന്നു. The verdict allotted the disputed site to the Sriram Janmabhoomi Tirtha Kshetra Trust for the construction of Ram Temple and directed the concerned government to allot appropriate site for the construction of a mosque to the Sunni Central Waqf Board. സുന്നി സെൻട്രൽ വഖഫ് ബോർഡിന് ഒരു പള്ളി ഉണ്ടാക്കാൻ സ്ഥലം കൊടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഈ 3 ഗോപുരമുള്ള സ്ട്രക്ചർ പൊളിച്ചതിന് എന്തിനാണ് മുസ്ലിങ്ങൾക്ക് ഇത് കൊടുക്കാൻ സുപ്രീം കോടതി പറഞ്ഞതെന്ന് ടെക്സ്റ്റ് ബുക്ക് പറയുന്നില്ല, അതവിടെ മറന്നുപോയി. ദിസ് ഇഷ്യൂ വാസ് റിസോൾവ്ഡ് ഫോളോവിംഗ് ദ ഡ്യൂ പ്രോസസ് ഓഫ് ലോ ബേസ്ഡ് ഓൺ എവിഡൻസ് സച്ച് ആസ് archaeological excavations and historical records. The Supreme Court's decision was celebrated by the society at large. It is a classic example of consensus building on a sensitive issue that shows the maturity of democratic ethos which are civilizationally ingrained in India. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ സുപ്രീം കോടതി ഇത്തരത്തിൽ പരിഹരിക്കുകയും ഇങ്ങനെ വിധി ഉണ്ടാവുകയും എല്ലാ പാർട്ടികൾക്കും തൃപ്തികരമായ വിധി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ വിജയമാണെന്നാണ് പുതിയ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. അപ്പോൾ നോക്കണം, ഒരു ടെക്സ്റ്റ് ബുക്കിൽ പോലും കുട്ടികൾ പഠിക്കുന്ന 12ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ചരിത്രത്തെ വികലമാക്കിക്കൊണ്ട് ബാബറി മസ്ജിദ് എന്ന വാക്ക് പോലും ഉപയോഗിക്കാതെ, മിർബക്കിയുടെ പേരോ ബാബറിൻ്റെ പേരോ ഒന്നും ഉപയോഗിക്കാതെ വളരെ വികലമായിട്ട് ചരിത്രം പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ശരിയായ ചരിത്രം കുട്ടികൾ പഠിക്കട്ടെ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് 2 ഭാഗവും മുഴുവനായും വായിച്ചത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഈ പാഠഭാഗത്തിന്റെ യഥാർത്ഥ ചരിത്രം പഴയ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കല്യാൺ സിംഗിന്റെ സർക്കാരിനെ പിരിച്ചുവിട്ടതിനെ സംബന്ധിച്ച് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ യാതൊരു പരാമർശവുമില്ല. അതേപോലെ തന്നെ BJPയുടെ മറ്റ് ഗവൺമെന്റുകളെ പിരിച്ചുവിട്ടതിനെ കുറിച്ചും യാതൊരു മിണ്ടാട്ടവുമില്ല. നേരത്തെയുള്ള പാഠപുസ്തകത്തിൽ ഈ കാലയളവിലെ പ്രധാനപ്പെട്ട വർത്തമാന പത്രങ്ങളിലെ വാർത്തകൾ കൊടുത്തിരുന്നുവെങ്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇത്തരം വാർത്തകളെല്ലാം അപ്പാടെ നീക്കം ചെയ്തിരുന്നു. ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംഘപരിവാറും വിശ്വ ഹിന്ദു പരിഷത്തും RSSും എങ്ങനെയാണ് തകർത്തതെന്ന് പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അല്പമെങ്കിലും വിജ്ഞാനം ലഭിക്കുന്നത് കൂടെ നിഷേധിക്കുമ്പോൾ യഥാർത്ഥ ചരിത്രം പഠിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.